തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ അനധികൃത പന്നി ഫാമുകൾ ജനജീവിതം ദുസ്സഹമാക്കുന്നതായി പരാതി. നഗരപരിധിയിൽ നിന്ന് മാലിന്യങ്ങൾ ജനവാസ മേഖലയിൽ തള്ളിയതാണ് പരാതി നൽകിയിട്ടും അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. നാടാകെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുമ്പോൾ മാലിന്യം നിറഞ്ഞ ജലസ്രോതസ്സുകളും ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യവുമായി മാറുകയാണ് പൂവച്ചൽ പഞ്ചായത്തിലെ കട്ടക്കോട്, കരിങ്കോട്, പാറാംകുഴി, കാപ്പിക്കാട് തുടങ്ങിയ പ്രദേശങ്ങൾ. നാട്ടുകാർ സംഘടിച്ച് പ്രധാനമന്ത്രിയടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും പന്നി ഫാമിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടിയില്ലെന്നാണ് പരാതി. എതിർക്കുന്നവരെയും പരാതി കൊടുക്കുന്നവരെയും ഫാം ഉടമകൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെയും തമിഴ്നാട്ടിലെയും ഫാം ഉടമകൾ സംഘടിച്ച് ഫാമിനെതിരെ ശബ്ദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായും നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ പ്രദേശങ്ങളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. അധികൃതർ ഇടപെടാതെ മൗനം പാലിക്കുന്ന പക്ഷം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വൻ സംഘർഷത്തിന് വഴിവെക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസിനായാലും CPM-നായാലും CPI-ക്കായാലും ഇവർക്ക് ഫണ്ടിങ് മെഷീനുണ്ട്. ഓരോ ദിവസം വന്ന് ഇത്ര രൂപ ഫണ്ടിങ് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരാരെ കൂട്ടത്തിൽ നിൽക്കും? രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവരെ കൂട്ടത്തിൽ നിൽക്കും, പന്നി ഫാം നിൽക്കും. ഇതുകൊണ്ട് ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ഇവിടെയുള്ള ജനങ്ങളാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ ശയന പ്രദർശന സമരത്തിന് വേണ്ടി ഇവിടെയുള്ളവർ പോവുകയാണ്. പരാതിയെ തുടർന്ന് വാർത്ത ചിത്രീകരിക്കാൻ എത്തിയവർക്ക് നേരെയും ഫാം ഉടമകൾ ആക്രമണത്തിന് തുനിഞ്ഞെങ്കിലും നാട്ടുകാർ ഇടപെട്ട് പ്രതിരോധിച്ചു. കട്ടക്കോടയിൽ 20-ലധികം അനധികൃത പന്നി ഫാമുകളുണ്ട്. വീട്ടുവളപ്പിലും പരിസരത്തും ഷെഡുകൾ കെട്ടി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന പന്നി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് ഭൂരിഭാഗത്തിനും മതിയായ ലൈസൻസ് ഇല്ല. തിരുവനന്തപുരം നഗരത്തിലെ അറവുശാലകളിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മാംസങ്ങളും കുന്നുകൂടി പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കൊപ്പമുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക ശ്വസിച്ച് നാട്ടുകാർക്ക് ശ്വാസകോശ രോഗങ്ങളും പിടിപെട്ടു. ഞങ്ങൾ 37 വണ്ടി നമ്പർ വെച്ച് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ DSPക്ക്, മുഖ്യമന്ത്രിക്ക് വിവിധ സ്ഥലങ്ങളിൽ വണ്ടി നമ്പർ വെച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇന്നത് വരെ ഒരു മറുപടിയും അവരുടെ പേരിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളെ വെട്ടാനും തല്ലാനും കൊല്ലാനും അവർ വില്ലിങ്ങാണ്. ഞാൻ പറയുന്നത് അവർ കൊല്ലുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. വീട്ടിൽ 5 പന്നികളെ വരെ വളർത്താൻ ലൈസൻസ് വേണ്ടെന്ന നിയമത്തിന്റെ മറവിലാണ് 100-ലേറെ പന്നികളെ ഇവർ വളർത്തുന്നത്. പാറാംകുഴി, കരിയംകോട് പ്രദേശത്തുള്ള 27 വീടുകളിൽ 14 എണ്ണത്തിലും ഫാമുകൾ. ഓരോ ഫാമിലും 100-ലേറെ പന്നികൾ. ഓരോ വീട്ടുകാർക്കും സ്വന്തമായി ഉള്ളത് ശരാശരി 10 മുതൽ 15 സെന്റ് വരെ ഭൂമി. മുന്നറിയിപ്പ് നൽകി പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ 5-ൽ കൂടുതലുള്ള പന്നികളെ സ്ഥലത്തുനിന്ന് മാറ്റുകയാണ് പതിവ്. ഉദ്യോഗസ്ഥരുടെയും ചില ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും സഹായത്തോടെയാണ് ഇവർ ആരെയും വകവയ്ക്കാതെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലം വന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. കിണറുകളിലും മലിനജലം പടർന്ന് ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമായിരിക്കുകയാണ്. ഫാമിന് സമീപത്ത് കുഴിവെട്ടി മലിനജലം കെട്ടിനിർത്തിയിരിക്കുന്നത് കാരണം പ്രദേശത്ത് സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുമുണ്ട്. പന്നി ഫാമിന്റെയും ഉടമകളുടെയും ഭീഷണിയെക്കുറിച്ച് നാട്ടുകാർ കാട്ടാക്കട വിളപ്പിൽശാല സ്റ്റേഷനിലും കാട്ടാക്കട DYSPക്കും പരാതി നൽകിയെങ്കിലും ഇതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.